ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേച്ചി ഒരു കവയിത്രി അല്ലേ? കവയിത്രിയാണ് എന്നറിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ചേച്ചിനെ നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം ചേച്ചിയുടെ സ്ഥലം, ഫാമിലി അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരൊക്കെ ഉണ്ട് എന്ന് പറയൂ. ഞാൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയില് ചേവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ കല്യാണം കഴിച്ചത് മലപ്പുറം ജില്ലയുടെ സ്റ്റാർട്ടിങ് ആയ ഇടിമുഴിക്കിലേക്കാണ്. പിന്നെ ഫാമിലി അച്ഛനും അമ്മ ഒരനിയൻ ഉണ്ട്. പിന്നെ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് അമ്മ, ഏട്ടൻ, അനിയത്തി എല്ലാവരും ഉണ്ട്. പിന്നെ എനിക്ക് 2 മക്കളാണ്. മോൻ PSMO കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. മകള് 10ാം ക്ലാസ്സിലാണ്. ഹസ്ബൻഡ് UAE-യിലാണ്. അപ്പോൾ എന്നു മുതലാണ് ഇപ്പോ കവിതകൾ എഴുതുക എന്നുള്ള ഒരു എഴുതുകയെന്ന് പറഞ്ഞാൽ എഴുതി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ എഴുതി വെളിച്ചം കണ്ടിട്ടെന്ന് പറയാ. എഴുതി വെക്കും പുസ്തകത്തിൽ, പേജുകളിലും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ മനസ്സ് തോന്നുന്നു കുത്തി കുറിച്ച് വെക്കും. പിന്നെ ചെറുപ്പത്തിൽ എഴുതൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് വായിക്കായിരുന്നു. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടാണ് വായനയൊക്കെ നിന്നത്. അപ്പൊ എഴുതി ഇങ്ങനെ എല്ലാരും പറയും എന്നാ പുസ്തകമാക്കി കൂടെ, പബ്ലിഷ് ചെയ്തുകൂടെ എന്നിങ്ങനെ ഒരുപാട് പേര് നിർബന്ധിക്കും. അതുകൊണ്ട് ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. പ്രണയം, മിഥ്യയും സ്വപ്നങ്ങളും എന്ന് പറഞ്ഞ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭാഷാ ബുക്സ് ആയിരുന്നു. ഏതുതരം കവിതകളാണ് കൂടുതൽ? പ്രണയം എങ്ങനെ എഴുതി വരുമ്പം വിരഹം, പ്രണയം ആ ഒരു ഇതിലേക്കാണ് വരാറ്. പ്രത്യേകിച്ച് വിഷയമൊന്നും നോക്കിയിട്ട് ചെയ്യലില്ല, മനസ്സ് തോന്നിയത് എഴുതും, അത്രേ ഉള്ളൂ. പക്ഷേ പലരും എന്നോട് ചോദിക്കും, എന്താ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം പറയും, നിങ്ങൾ ആരെയും തേച്ചിട്ടുണ്ടോ, ഇല്ല നിങ്ങൾക്ക് എന്താ നഷ്ടബോധമുള്ളത്, വിചാരിച്ച ലൈഫല്ലേ കിട്ടിയത്. കൂടുതൽ നമ്മുടെ ഇതില് എഴുതിയതില് കുറച്ച് ഫേമസ് ആയത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കവിത ഏതാണ്? ഒരുവിധം കവിതകളൊക്കെ എഴുതുമ്പോ കുറെ എഴുതിയിട്ടുണ്ട്. കുറെ അധികം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, കുറെ അവിടെയും ഇവിടെയും എഴുതിയിടും എന്നല്ലാതെ ഒരു ബുക്ക് ചെയ്താലും പിന്നെ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോ ഒരു പുസ്തകം കൂടെ ചെയ്യണമെന്നുണ്ട്. പ്രണയം, മിഥ്യയും സ്വപ്നങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു 2 വരി കവിത. കവിത ആരെങ്കിലും സ്വന്തം കവിത ആരെങ്കിലും പാടിയിട്ടുണ്ട്. പിന്നെ പാടിയിട്ട് അത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. എന്റെ ഏട്ടൻ തന്നെയാ പാടിയത്. അവര് കൊടക്കാട് സ്കൂളിലെ അധ്യാപകനാണ്. മിഴികളിൽ സ്വപ്നവും മൊഴികളിൽ മധുവുമായി മനതാരിൽ പൂവിട്ട കൊച്ചുമുല്ലേ. മിഴികളിൽ സ്വപ്നവും മൊഴികളിൽ മധുവുമായി മനതാരിൽ പൂവിട്ട കൊച്ചുമുല്ലേ. ഒരു വേള നീ എന്നെ അറിയുന്നുവെങ്കിൽ, എന്നരികത്തായോടി അണഞ്ഞുവെങ്കിൽ. മിഴികളിൽ സ്വപ്നവും മൊഴികളിൽ മധുവുമായി മനതാരിൽ പൂവിട്ട കൊച്ചുമുല്ലേ. ഒരു വേള നീ എന്നെ അറിയുന്നുവെങ്കിൽ, എന്നരികത്തായോടി അണഞ്ഞുവെങ്കിൽ. ഏത് വർഷമാണ് ഇപ്പൊ പ്രസിദ്ധീകരിച്ചത്? ഒരു 21. അതിനുശേഷം പിന്നെ ഇല്ല, ചെയ്തിട്ടില്ല. ഈ വർഷം ഒരു ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എത്രത്തോളം കവിത എഴുതിയിട്ടുണ്ടാവും പറഞ്ഞത്? കവിത എഴുതിയ അത്യാവശ്യം കുറെ എഴുതിയിട്ടുണ്ട്. കുറച്ചൊക്കെ പബ്ലിഷ് ചെയ്തു, ബാക്കി ഫേസ്ബുക്കിൽ പേജിൽ ഉണ്ടാവും. പിന്നെ കുറെ വീട്ടിൽ എഴുതി വെച്ചതുണ്ട്. ഗുരുക്കന്മാരെന്ന് പറയാറില്ലോ? ഗുരുക്കന്മാരെന്ന് പറയാൻ നമുക്ക് എഴുതാനുള്ള ഒരു പ്രചോദനം തരിക. എഴുതാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും, പക്ഷെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ വെക്കുന്ന ആളായിരുന്നു. പിന്നെ എന്തെഴുതിയാലും ഹസ്ബൻഡ് സപ്പോർട്ടാ. ഇനിയിപ്പൊ നീ എന്താ അങ്ങനെ എഴുതിയത്, അത് ആരെ കുറിച്ചാ, എന്താണ് എന്ന് ഒരിക്കലും ഇതുവരെ എന്നോട് ചോദിച്ചില്ല. എന്താ എഴുതാത്തതെന്നേ ചോദിക്കാറുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏട്ടൻ വല്യച്ഛന്റെ മോനാണ്. അവരാണ് എന്ത് ഞാൻ എഴുതി കഴിഞ്ഞാലും ആദ്യം മൂപ്പർക്ക് അയച്ചു കൊടുക്കും. അവിടുന്ന് ഓക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ പുറത്തേക്ക് വിടലുള്ളൂ. എനിക്ക് പ്രോത്സാഹനം ഏറ്റവും കൂടുതൽ തരുന്ന അവർ തന്നെയാണെന്ന് പറയാം. പിന്നെ ഇത് സ്വന്തം ഈ കവിതകൾ വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ആള് പാടിയിട്ടുണ്ട്. സിംഗറാണോ? അവര് നല്ല എഴുത്തുകാരനാണ്, അധ്യാപകനാണ്, കലാകാരനാണ്, ചിത്രകാരൻ, എല്ലാം പറയാം. ഒരു നുള്ളു കുങ്കുമം കാത്തുവെച്ചു നീ എന്നരികിലായി അണയുമ്പോൾ ചാർത്തിടുവാൻ.
ഒരു നുള്ളു കുങ്കുമം കാത്തുവെച്ചു നീ എന്നരികിലായി അണയുമ്പോൾ ചാർത്തിടുവാൻ നിന്റെ സീമന്തരേഖയിൽ എന്നെ നീ സൂര്യനായി അണിയുന്ന കാഴ്ച കാണാൻ. ഒരു നുള്ളു കുങ്കുമം കാത്തുവെച്ചു നീ എന്നരികിലായി അണയുമ്പോൾ ചാത്തിടുവാൻ നിന്റെ സീമന്തരേഖയിൽ എന്നെ നീ സൂര്യനായി അണിയുന്ന കാഴ്ച കാണാൻ. കാത്തിരിക്കുന്നു ഞാനോമലേ, കാത്തിരിക്കുന്നു ഞാൻ ഓമലേ, എന്റെ ഈ പ്രണയാർദ്ര ഹൃദയത്തിൻ നവനീതമായി നീ അലിഞ്ഞു ചേരാൻ. അടരാതെ നീ എന്നും എൻ മനതാരി സുഗന്ധമായി വിരിയുക കൊച്ചുമുല്ലേ. കാത്തിരിക്കുന്നു ഞാൻ ഓമലേ, എന്റെ ഈ പ്രണയാർദ്ര ഹൃദയത്തിൻ നവനീതമായി നീ അലിഞ്ഞു ചേരാൻ. അടരാതെ നീ എന്നുമെൻ മനതാരി സുഗന്ധമായി വിരിയുക കൊച്ചുമുല്ലേ. അടരാതെ നീ എന്നുമെൻ മനതാരിൽ സുഗന്ധമായി വിരിയുക കൊച്ചുമുല്ലേ. സുഗന്ധമായി വിരിയുക കൊച്ചുമുല്ലേ, കൊച്ചുമുല്ലേ. സർഗലയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ എത്ര പേര്? ആ ഗ്രൂപ്പിൽ ഞങ്ങളൊരു 10-12 പേരുണ്ട്. എല്ലാരും ഉണ്ട് കേട്ടോ. അതിൽ ഗായകരുണ്ട്, നാടകക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ അതൊരു കൂട്ടുകെട്ട് തന്നെ പറയാം. അതിപ്പോ ഈ കാലത്തിനിടയ്ക്ക് കിട്ടിയ ഒരു നല്ലൊരു സൗഹൃദമാണ് അതില്. എല്ലാരും നല്ല. അതെ അതെ നല്ലൊരു കാര്യം. ഇനി എന്താ പുതിയൊരു പ്രൊജക്ട് എന്താണ് ഇനി എഴുതാൻ പോണ എന്താണ്? ഇനി ഒരു ഓർമ്മക്കുറിപ്പായിട്ടൊരു കഥ എഴുതണം എന്നുണ്ട്, പിന്നെ ഒരു കവിതയും ചെയ്യണം എന്നുണ്ട്. സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിൽ താങ്ക് യു.